ആരോഗ്യമന്ത്രി കെ മുരളീധരനെതിരെ വിമർശനവുമായി വന്നിരിക്കുകയാണ് ഡിവൈഎഫ്ഐ. അവരുടെ പൊതിച്ചോർ നൽകുന്നതിനെ അപമാനിച്ചു എന്ന് പറഞ്ഞാണ് ഡിവൈഎഫ്ഐ വന്നിരിക്കുന്നത്. പക്ഷേ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനം ഏർപ്പെടുത്തുമെന്നാണ്. എന്തുകൊണ്ടാണ് ഈ ഡിവൈഎഫ്ഐ ഈ ഒരു കമ്മ്യൂണിറ്റി കിച്ചന് പകരം പൊതിച്ചോറിന് ഏറ്റവും കൂടുതൽ ഹൈപ്പ് കൊടുക്കുന്നത്? ആ ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ ഉത്തരമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഡിവൈഎഫ്ഐ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമായിട്ട് തന്നെയാണ് ഞാൻ പൊതിച്ചോറിനെ കാണുന്നത്. കാരണം ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിലും അവിടെയുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരൊക്കെ ഒന്ന് രണ്ടുപേരെ എനിക്കറിയാം, എന്നെ വിളിച്ച് ഇങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ പൊതിച്ചോറിന്റെ കാര്യം പറയുമായിരുന്നു. അപ്പൊ ഞാൻ അമ്മയോട് പറയും, അമ്മ ഇതൊക്കെ റെഡിയാക്കി വെക്കും. പിന്നെ ഞാൻ അറിയാറില്ല. ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ അമ്മ കുറച്ച് പൊതിച്ചോറ്, അമ്മ ജോലിക്ക് പോവുകയാണെങ്കിൽ പൊതിച്ചോറ് എടുത്ത് പുറത്ത് കസേരയിൽ എടുത്ത് വെച്ചേക്കും, അവർ വന്ന് എടുത്തിട്ട് പോകും. അങ്ങനെ ഒരു നാടിനെ ഫുള്ള് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഡിവൈഎഫ്ഐക്കാർ കൃത്യമായി ഭംഗിയായി ചെയ്യുന്ന, വർഷങ്ങളായി ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ പൊതിച്ചോർ വിതരണം എന്ന് പറയുന്നത്. അതിനു മുമ്പ് പൊതിച്ചോർ വിതരണത്തിനെ കളിയാക്കിയ അല്ലെങ്കിൽ മോശമായി വിമർശിച്ച ഒരു രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ ഭൂപടത്തിൽ പോലും നിലനിൽക്കാൻ കഴിയാതെ പോയൊരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസം ആ ഫ്രണ്ട് പേജ് വെച്ച് പൊതിച്ചോറ് പൊതിഞ്ഞൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരിക്കലും ഒരു വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ അവരെ വിമർശിക്കുന്നത് മോശകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ കെ മുരളീധരനെ വിമർശിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കെ മുരളീധരൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നതിലല്ല, ഈ ബോർഡ് വെച്ച് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം എന്ന് പറയുന്ന മാർക്കറ്റിംഗ് നടത്തുന്നതിനെ പറ്റിയാണ് അദ്ദേഹം വിമർശിച്ചിട്ടുള്ളത്. എനിക്കിതിലെ വിരോധാഭാസം മനസ്സിലാകാത്തത്, ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ വീടുമായി ബന്ധപ്പെട്ട്, പ്രധാനമന്ത്രി ഫണ്ട് ചെയ്യുന്ന വീടുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ലോഗോ എന്തിന് വീടിന്റെ ഫ്രണ്ടിൽ വയ്ക്കണമെന്ന് ചോദിച്ച പാർട്ടിയുടെ പേര് CPM എന്നാണ്, CPI എന്നാണ്, DYFI എന്നാണ്, SFI എന്നാണ്. ഇവർ എന്തുകൊണ്ടാണ് ഇതിനെ വിമർശിച്ചത്? ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തിന്റെ പുറത്ത് ഒരു മുദ്ര പതിപ്പിക്കേണ്ട ആവശ്യം എന്തിനാണ് ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഉള്ളത് എന്നായിരുന്നു അവരുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനോട് എനിക്ക് പൂർണ്ണമായി യോജിക്കാൻ കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ ഒരാൾക്ക് വീട് കൊടുക്കുന്നു, ചിലപ്പോൾ ഞാനുമായിട്ട് യോജിക്കില്ലായിരിക്കാം. ഇപ്പോൾ ആഷിക്ക് പറയുന്ന അതിൽ തെറ്റില്ല എന്നായിരിക്കാം. പക്ഷെ ഒരാൾക്ക് ഞാൻ വീട് കൊടുക്കുന്നു, എൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ചെറിയൊരു പേരെങ്കിലും ആ വീടിന്റെ ഫ്രണ്ടിൽ വയ്ക്കുമ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഒരാളുടെ ഔദാര്യത്തിൽ താമസിക്കുകയാണോ എന്നുള്ളൊരു തോട്ട് ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഞാനൊരു ഇടതുപക്ഷ അനുഭാവി ആയതുകൊണ്ട് മാത്രമല്ല. അപ്പോൾ ഇതേ വ്യക്തികൾ എങ്ങനെയാണ് ഈ പറഞ്ഞ ബോർഡ് വെച്ച് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണം എന്നുള്ള മാർക്കറ്റിംഗ് നടത്തി ഇതിനെ വലിയൊരു ക്യാമ്പയിൻ ആക്കി മാറ്റിക്കൊണ്ട് കൊടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതിനെയാണ് നമ്മൾ പച്ച മലയാളത്തിൽ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അത് കേന്ദ്രം ചെയ്യുമ്പോൾ അത് വെറും മാർക്കറ്റിങ്ങും, ഞങ്ങൾ ചെയ്യുമ്പോൾ അത് ജീവകാരുണ്യ പ്രവർത്തനവും മാത്രമാകുന്നില്ല. അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇതിനെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സ്റ്റാൻഡ്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഡിവൈഎഫ്ഐയുടെ വസീഫ് ഏട്ടൻ പറയുന്ന ഒരു കാര്യമാണ്, ചോദിക്കുന്ന ഒരു കാര്യമാണ്, മെഡിക്കൽ കോളേജുകളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ ഇല്ലാത്തത് കൊണ്ടല്ലേ ഞങ്ങൾ പൊതിച്ചോർ വിതരണം നടത്തുന്നത്? സർക്കാർ കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തിക്കോട്ടെ, തുടങ്ങിക്കോട്ടെ, എന്നാൽ ഞങ്ങൾ ഇത് നിർത്താം. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പൊന്നു വസീഫേട്ട, ഇത് നിർത്താൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. കെ മുരളീധരൻ പൊതിച്ചോർ വിതരണം നിർത്തണമെന്ന് ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങളിത് തുടരണം. ഇനി കമ്മ്യൂണിറ്റി കിച്ചണിന്റെ കാര്യം, കഴിഞ്ഞ 10 കൊല്ലം ഇവിടെ ആരായിരുന്നു മുഖ്യമന്ത്രി? ഇവിടെ ഏത് മുന്നണിയാണ് ഇവിടെ സർക്കാർ രൂപീകരിച്ച് ഭരിച്ചുകൊണ്ടിരുന്നത്? ഇപ്പോൾ പോഷക സംഘടനയൊന്നും അല്ല, ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു ബന്ധമില്ല എന്നൊക്കെ നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ മാതൃ സംഘടനയാണ് ഈ പറഞ്ഞ CPMന്റെ ആഭിമുഖ്യത്തിൽ, അതല്ലെങ്കിൽ CPM മുഖ്യ ഘടകകക്ഷിയായി നിന്നുകൊണ്ടുള്ള LDF മുന്നണിയാണ് കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ചിരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സർക്കാരിനെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല? അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആലോചിച്ച പോലും എന്തുകൊണ്ട് ഇപ്പൊ ആലോചിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡിവൈഎഫ്ഐ കുറച്ച് മാർക്കറ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം. ഇപ്പൊ എങ്ങനെയാണ് ഈ പൊതിച്ചോറുകൾ ഇവരുടെ ഈ ബാസ്ക്കറ്റിലേക്ക് എത്തുന്നത്? ഈ നമ്മുടെ നാട്ടിലെ ഒരു ഈ പറഞ്ഞ പണത്തിന്റെ പണം കുറഞ്ഞവനെന്നോ പണം കൂടിയവനെന്നോ കമ്മ്യൂണിസ്റ്റുകാരനെന്നോ ഒരു BJP-കാരനെന്നോ കോൺഗ്രസ്സുകാരനെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പൊതിച്ചോറിനകത്ത് പൈസയൊക്കെ മടക്കി വെച്ചിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനെല്ലാം നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഡിവൈഎഫ്ഐക്കാണ്. ഇനി അങ്ങോട്ടും ഡിവൈഎഫ്ഐക്ക് തന്നെയാണ് ക്രെഡിറ്റ് കൊടുക്കാൻ പോകുന്നത്. കാരണം ഇതിനെ കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല.
അത് കേരളം അങ്ങോളം ഇങ്ങോളം ഈ ഒരു എല്ലാ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിലും മുടങ്ങാതെ ഈ ഒരു പൊതിച്ചോറ് നൽകുന്നുണ്ട്. അതിന്റെ ഒരു സംഘാടന മികവ് എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങളുടെ മാത്രം കരം കൊണ്ട് സംഭവിക്കുന്നതല്ല, എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നിടത്താണ് പ്രശ്നമുള്ളത്. അതിന്റെ ക്രെഡിറ്റ് ഡിവൈഎഫ്ഐ മാത്രം എടുക്കുന്നതിലൊരു അപാകതയില്ല. ഇപ്പൊ കമ്മ്യൂണിറ്റി കിച്ചൺ വേണ്ട, ഞങ്ങൾ തന്നെ കൊടുക്കാമെന്ന് കഴിഞ്ഞ 10 വർഷം വിചാരിച്ചു, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കിച്ചൺ എന്നുള്ള വാക്ക് ഇവർ മറന്നുപോയതാണോ? ശരിക്കും ഇതിന്റെ പിന്നിലുള്ള പ്രശ്നം എന്താണെന്ന് വസീഫ് തന്നെ ചിന്തിക്കണം. ഈ പറയുന്ന കാര്യങ്ങളിൽ വിരോധാഭാസമുണ്ട്. ഇതൊരിക്കലും ചെയ്യരുത് എന്ന് പറയുന്നില്ല, നല്ലൊരു കാര്യമാണ്. പക്ഷെ ഈ വരി നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഒരാളുടെ ഔദാര്യമാണ് വാങ്ങുന്നത് എന്നുള്ള തോന്നൽ ഉണ്ടാകരുതെന്ന് പറഞ്ഞ ആൾക്കാരുടെ പേര് ഡിവൈഎഫ്ഐ തന്നെയാണ്. ഇവർ തന്നെയാണ് പറഞ്ഞത് ഒരു സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മാർക്കറ്റിംഗ് പതിപ്പിക്കരുതെന്ന്. പക്ഷെ ഇത് ആരാണ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ വിമർശനങ്ങളാകാം. ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞത് ഡിവൈഎഫ്ഐ എന്തിന് പൊതിച്ചോറ് കൊടുക്കുന്നു, ഇനി പൊതിച്ചോറ് കൊടുക്കണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം ഓഡിറ്റ് ചെയ്യപ്പെടുകയും അദ്ദേഹം ഈ പറഞ്ഞ ട്രോളുകളും നല്ല തെറിവിളിയും കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായേനെ. പക്ഷെ അതല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വാർത്തകളും വിമർശനങ്ങളും ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളും വളച്ചൊടിക്കാതിരിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് എല്ലാവരും ചെയ്യേണ്ടത്. അത് മാത്രമല്ല, ഈ പൊതിച്ചോറ് വിവാദം തുടങ്ങി വെച്ചത് തന്നെ അമ്പലപ്പുഴ MLA ജി സുധാകരനാണ്. ആ ഒരു വിഷയത്തിൽ ഇദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധ മാർച്ചും രൂക്ഷമായ വിമർശനം കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് കെ മുരളീധരന്റെ ഈ പ്രസ്താവന വരുന്നത്. അപ്പോൾ ഈ ഒരു ജി സുധാകരന്റെ പ്രസ്താവന ഈ കെ മുരളീധരന്റെ വാക്കുമായിട്ട് കോർത്തിണക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഞാൻ പറയുന്നതല്ല, ഡിവൈഎഫ്ഐ തന്നെ ആരോപിക്കുന്ന ഒരു കാര്യമാണ്. അത് ജി സുധാകരന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് കെ മുരളീധരൻ ഇതുപോലൊരു ഉത്തരവ് അല്ലെങ്കിൽ ഈ ഒരു നിലപാടെടുത്തതെന്ന് ഒരു പക്ഷം പറയുന്നുണ്ട്. അപ്പോൾ വിമർശനങ്ങളൊക്കെ ആകാം. ഈ പറയുന്ന പോലെ അതുപോലെ തന്നെ വസീഫ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഭരണപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പദ്ധതികൾ നിർത്തലാക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യമാണ്. എന്ത് പദ്ധതിയാണ് നിർത്തലാക്കാൻ ശ്രമിച്ചത്? മറ്റേ മഞ്ഞക്കുറ്റി പിഴുതെറിഞ്ഞ സംഭവമാണോ എങ്കിൽ അതിനൊക്കെ പറയാൻ മറുപടിയുണ്ട്. എന്തായാലും ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ പദ്ധതി UDF സർക്കാരായിട്ട് നിർത്തലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് UDF സർക്കാരിന്റെ മേന്മയാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത്തരത്തിലൊരു പൊതിച്ചോർ പദ്ധതി നിർത്തലാക്കുകയാണെങ്കിൽ വലിയ വിമർശനങ്ങൾക്ക് സർക്കാർ വിധേയരാകും. അതുപോലെ തന്നെ കുറെ ആൾക്കാർ പട്ടിണിയിലേക്ക് തള്ളപ്പെടും. ഇപ്പോൾ സർക്കാരിന് ഒരു ചെലവുമില്ലാതെ കൃത്യമായിട്ട് സാധാരണക്കാരിലേക്ക് കൃത്യമായിട്ട് എത്തുന്ന ഒരു സംഭവമാണ് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിർത്തലാക്കാൻ ഒരിക്കലും ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ ഏത് മന്ത്രിയോ സർക്കാരോ തുനിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്താണ് ഉന്നയിച്ച പ്രശ്നം, ഉന്നയിച്ച ആരോപണം എന്താണ്, മന്ത്രി പറഞ്ഞത് എന്താണെന്ന് കൃത്യമായി ആലോചിച്ച ശേഷം, അത് കേട്ട ശേഷമായിരിക്കണം ഇത്തരത്തിലുള്ള. ഇപ്പോൾ വസീഫൊക്കെ കീ പോസ്റ്റുകളിൽ ഇരിക്കുന്ന ഡിവൈഎഫ്ഐയുടെ സ്പോക്സ് പേഴ്സൺ ആണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഡിവൈഎഫ്ഐ പറയുന്നത് പോലെ തന്നെയാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വളച്ചൊടിക്കാതെ മുന്നോട്ട് പോവുക. ഇവിടെ ആർക്കും ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതിച്ചോറ് പദ്ധതിയിൽ ആർക്കും പ്രതിഷേധവുമോ എതിർപ്പോ ഒന്നുമില്ല. ഇനി നാളെയും ഞാൻ ഈ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഒരു 10 പൊതിയവർക്ക് കൊടുക്കും. ഇത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ഹ്യൂമൻ പൊളിറ്റിക്സ് ആണ്. ഇതിൽ രാഷ്ട്രീയവും രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇതിനെ കോർഡിനേറ്റ് ചെയ്തു കൊണ്ടുപോകാൻ ഡിവൈഎഫ്ഐ പോലുള്ള സംഘടന നമ്മുടെ നാട്ടിൽ അനിവാര്യവുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ചാടാതെ കൃത്യമായ കാര്യങ്ങൾ കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ, ആൾക്കാരുടെ ആത്മാഭിമാനത്തിന് മുന്നിൽ മുദ്ര പതിപ്പിക്കണമോ എന്നുള്ള ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ.